ദൈവം പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമീൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷോർട്ട് വീഡിയോയിൽ സ്നാപക യോഹന്നാനും നമ്മൾ വന്നു ചെയ്ത ആ ഭാഗം 5 മിനിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിൻ്റെ ഒരു രണ്ടാം ഭാഗമാണ്. സ്നാപക യോഹന്നാനിൽ നമ്മൾക്ക് പഠിക്കാനുള്ള നല്ല കാര്യം നമ്മളുമായിട്ടുള്ള ഒരു ചേർച്ച എങ്ങനെയുണ്ട് എന്ന് പഠിക്കാൻ. ഈ നോയമ്പ് കാലത്ത് നമ്മൾ നോയമ്പ് തുടങ്ങുന്നു. അപ്പോൾ അടുത്ത ആഴ്ച നോയമ്പാണല്ലോ, ഞായറാഴ്ച വൈകുന്നേരം മുതൽ നോയമ്പ് തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ നോയമ്പ് കാലത്ത് നമ്മൾ ആർജിക്കേണ്ടുന്ന പുണ്യങ്ങളും നമ്മൾ അനുകരിക്കേണ്ടുന്ന മാതൃകകളും നമ്മൾ അത് സ്വായത്തമാക്കണം. അത് നമ്മുടേതായിട്ടുള്ളൊരു മുഖമുദ്രയായിട്ട് മാറണം ഈ നോയമ്പ് കാലത്ത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ പ്രത്യേകിച്ച് ഇത് ചെയ്യുന്നത്. നമ്മൾ സ്നാപകയോഹന്നാൻ്റെ നോക്കുമ്പോൾ ഒരു സ്വഭാവം ഇപ്പോഴും നോക്കുമ്പോൾ കാണുന്നത്, മുഖം നോക്കാതെ പദവിയും സ്ഥാനവും ഒന്നും നോക്കാതെയാണ് അദ്ദേഹം തെറ്റെന്നും ശരിയെന്നും പറയാനുള്ള ആർജവമുണ്ടായിരുന്നു. ആ ഹെറോദേസിനെയും ഒക്കെ അദ്ദേഹം ആ തെറ്റുകൾക്ക് മാരകമായ കഠിനമായ തെറ്റുകൾക്ക് കുറ്റത്തിന് അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ച് കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ അതുപോലെ പക്ഷേ ഇന്ന് നമുക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു ശോഷണവും നമ്മുടെ സമൂഹത്തിൽ ഇത് തന്നെയാണ്. നമുക്കത് സാധിക്കുന്നില്ല. നമ്മൾക്ക് വിശ്വാസികൾക്ക് അൽമായർക്ക് മാത്രമല്ല, നമ്മുടെ ഇന്ന് സഭയുടെ എല്ലാ തലങ്ങളിലും ഇതുണ്ട്. അധികാര സ്ഥാനങ്ങളിലുണ്ട്, നേതൃസ്ഥാനങ്ങളുള്ളവർക്കുണ്ട്, സുവിശേഷ രംഗത്തുള്ളവരുണ്ട്, ഇത് അതുപോലെ കരിസ്മാറ്റിക് രംഗങ്ങൾ, ഇതെല്ലാം ഉണ്ട്. തെറ്റെന്ന് ശരിയെന്നും പറയാൻ ആളും തരവും നോക്കി പറയും. അത് പാടില്ല, അത് ക്രൈസ്തവമല്ല, അത് സുവിശേഷത്തിന് നിരക്കുന്നതല്ല. അത് നമ്മളെ സ്നാപക യോഹന്നാൻ്റെ ആ ജീവിതവുമായിട്ട് നമ്മൾ നോക്കിക്കാണണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അതുപോലെ തന്നെ അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് കർത്താവ് കാണിച്ചത്. മർക്കോസ് 12-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള ഭാഗത്ത് പറയുന്നുണ്ട്. കർത്താവ് അവിടെ ജനങ്ങൾ ദൈവാലയത്തിൽ കാഴ്ച ഇടുന്നത് നോക്കിയിരുന്നു. കാഴ്ചയിടുമ്പോൾ അത് മർക്കോസ് പറയുന്നു, ധനവാന്മാരെല്ലാം അവരുടെ സമ്പത്തിൽ നിന്ന് ധാരാളമായിട്ട്, ലൂക്കായുടെ സുവിശേഷത്തിലുണ്ടിത്, ധാരാളമായിട്ട് അവർ ഇട്ടു, നല്ല തോളും ഒക്കെ അവർ സംഭാവന ഇട്ടു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പ് തൊട്ടിട്ടു. കർത്താവ് പറഞ്ഞു, ഈ ഫരിസേയരധികം ഇട്ടവർ അവരുടെ സമ്പന്നതയുടെ ആ ബഹുലതയിൽ നിന്ന്, ധാരാളിത്തത്തിൽ നിന്ന് കുറച്ച് കൂടുതലിട്ടു. ശരിയാണ്, അത് കൂടിയ തുകയാണ്. ഇതൊക്കെ നമ്മുടെ പള്ളികളിലും നമ്മുടെ സമൂഹത്തിലും എല്ലാം നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ ദരിദ്രയായ വിധവ, അവൾക്ക് ഉപജീവനത്തിന് ഉണ്ടായിരുന്നതാണ് അവിടെ കൊണ്ടിട്ടത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, അവൾ എല്ലാവരെക്കാളും വളരെ കൂടുതലിട്ടു. അപ്പോൾ ഇതുപോലെ മുഖം നോക്കാതെ തെറ്റും ശരിയും നോക്കി വിധിക്കാൻ നമ്മൾക്കിപ്പോൾ തെറ്റാണെന്നും ശരിയാണെന്നും പറയാൻ പഠിക്കണം. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു വാക്യമുണ്ട്, ഞാനിപ്പോഴും ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, തെറ്റും ശരിയും തീരുമാനിക്കുന്നത് വ്യക്തിയെ കണ്ടിട്ടല്ല, പിന്നെയോ വസ്തുത എന്താണെന്ന് നോക്കിയാണ് തെറ്റും ശരിയും തീരുമാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നോയമ്പ് കാലത്ത് നമ്മൾക്ക് ഇത് സ്വായത്തമാക്കാൻ നോക്കാം. കഴിഞ്ഞ തവണ സ്നാപക യോഹന്നാൻ്റെ എളിമയും വിനയവും, മറ്റുള്ളവർക്ക് വേണ്ടി, വലിയവർക്ക് വേണ്ടി, അവരെ വേണ്ടി, യേശുവിന് വേണ്ടി തൻ്റെ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുന്ന, തൻ്റെ അതുവരെ തൻ്റെ സമൂഹത്തിലുണ്ടായിരുന്ന സ്ഥാനവും മാനങ്ങളെല്ലാം ഒഴിഞ്ഞു കൊടുക്കുന്ന വിദ്യ, ആ ഒരു സംഭവങ്ങൾ, ആ ഒരു ജീവിത രീതി നമ്മൾ കണ്ടു. അതിന് മടിയുണ്ടായില്ല. അതുപോലെ നമുക്ക് ഇവിടെയും നമ്മൾക്ക് മുഖം നോക്കാതെ നമ്മൾക്ക്
തെറ്റും ശരിയും ചൂണ്ടിക്കാണിക്കാൻ തെറ്റെന്നും ശരി ശരിയെന്നും പറയാനുള്ള ആർജവം ഉണ്ടാകണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. നോയമ്പ് കാലത്ത് ദൈവത്തോടു കൂടിയായിരിക്കുന്ന നമ്മൾക്ക് ഈ ഒരു പുണ്യം സാധ്യമാകട്ടെ. ആമേൻ.